കാണിച്ചാ ഞാൻ ചോദിക്കും. 20 പേർക്കും 20 പേരുടെ അഭിപ്രായങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലല്ലോ. ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നി. നിരവധി സംസാരങ്ങളും നിരവധി വഴക്കുകളും ഉണ്ടാകുമെന്ന്. ഇതെന്തോ പാര വെക്കാനുള്ള പുറപ്പാടാ. ഈ 19 പേർക്കും അനീഷാണ് ഏറ്റവും വലിയ വീട്ടിലെ പ്രശ്നം. പ്രതികാരത്തിന് വേണ്ടി എന്നെ പ്രതിയാക്കരുത് പ്ലീസ്. ഒരു ശത്രുവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഞാനിപ്പോ മാറ്റി തരാടാ. അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിന്ന് കളിക്കാന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല കേട്ടോ, അങ്ങനെയല്ലട്ടാ. അങ്ങനെയാണല്ലോ, അതല്ലേ ഒരു ഗെയിം. ശരിയാണ് ശരിയാണ്. കാര്യം നിങ്ങള് വളരെ മോശമായിട്ടും ഒക്കെ അയാളെ തിരിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിന്നെയൊക്കെ ഇവിടെ പൊറപ്പിക്കുന്ന എന്നെ വേണം തല്ലാൻ. നമുക്ക് ആദ്യം സൊല്യൂഷൻ കണ്ടുപിടിക്കണം, അത് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കണം. നമ്മൾ സത്യസന്ധന്മാരെ കൊണ്ടൊന്നും പറ്റത്തില്ല, നിന്നെ കൊണ്ട് പറ്റൂടാ. പക്ഷെ ലാലേട്ട ഒരു കാര്യം കൂടി, അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ. ഇത് പ്രശ്നമൊന്നുമില്ല. ഇദ്ദേഹത്തിനോട് വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കുകയാണ്, അനീഷെ ഭക്ഷണം കഴിച്ചോ? എന്നാ അതായിരിക്കും കുഴപ്പമായത്. എന്തായാലും സംഗതി തീരുമാനിച്ചു വീട്ടിൽ തിരികണം. ഇദ്ദേഹത്തിന്റെ ആൻസർ ഭയങ്കര, നീ എന്നോട് ആരാടാ ഭക്ഷണം കഴിക്കാൻ ചോദിക്കാന്ന് പറഞ്ഞ് ഭയങ്കര ഇതാണ് ലാലേട്ടാ. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? ബക്കച്ചൻ കുറെ നാളായി എന്നെ തൂതാൻ തുടങ്ങി. അയാൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും, പോയിട്ട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നതിനാ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നിങ്ങൾക്കും അതിന്റെ ഒരു ഇന്റലിജൻസിൽ കളിക്കണം. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട. ഇതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഈ വീട്ടിൽ സകലണത്തിനും ഭ്രാന്താ, പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് എന്താണ്? വഴക്കുണ്ടാക്കിയിട്ടുള്ള മാർഗത്തിനേക്കാൾ വഴക്ക് ഇല്ലാതാക്കുമ്പോഴാണ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ വീട്ടിൽ കിടന്ന് മരിക്കാനേ എന്റെ വിധി.